ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോ രാജു എന്നെ വെറുക്കുന്നുണ്ടാവും. അത് അല്ല, ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാമേ? എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. നിന്റെ ഭാര്യ വീട്ടിലുണ്ടോ നന്ദന? അവള് പുറത്തെവിടെ പോയേക്കോ? ഞാനേ അവളെ ഒന്ന് വിളിക്കട്ടെ. ഇതൊക്കെ അവളെ കൊണ്ടേ പറ്റൂ, നിന്നെ കൊണ്ടിപ്പോ ഒന്നിനും പറ്റില്ല. പക്ഷേ അവളൊരു പെൺപുലിയാ. ദൈവമേ, അവളെ കൊടുക്കാനുള്ള പരിപാടിയാണോ? ബെല്ലടിക്കുന്നുണ്ട്. നന്ദനയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ തിരിച്ച് എന്റെ പേരിലേക്ക് വരണം, അല്ലാതെ അംബിക അടങ്ങില്ല. ഓ, കള്ളിയങ്കാട്ട് നീലിയായിരുന്നു എന്റെ അമ്മായിയമ്മ. ഹലോ. ഹലോ മോളെ, നിന്റെ മദറിൻലോയാ ഞാൻ, അംബിക വർമ്മ. മനസ്സിലായി, പറയും. മോളെ, കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കല്ലേ. മോക്കുകൂടി ഭീഷണിയാകാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റിയാ പറയാൻ പോകുന്നേ. എനിക്ക് ഭീഷണിയോ? എന്താ? മോളെ, ഈ രാജുവെ ഇനി പിടിച്ചാ കിട്ടാത്ത നിലയിലേക്ക് ഉയരാൻ പോവാ. അവൻ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക. അവനുണ്ടല്ലോ, കേന്ദ്രമന്ത്രിയുടെ മകളെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവനങ്ങനെ വളർന്നു കഴിഞ്ഞാ നന്ദന പിള്ളയുടെയും മറ്റു പിള്ളമാരുടെയും, ഇനി 8 വീട്ടു പിള്ളമാരുണ്ടെങ്കിൽ അവരുടെയും കാര്യം സ്വാഹയാണേ. അതുകൊണ്ട് ആ കല്യാണം മുടക്കണം. അവളുടെ കഴുത്തിലെ താലിയും പൊട്ടിക്കണം. മോളെന്ത് പറയുന്നു? ഞാൻ ആലോചിക്കാം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. അതാ നിന്റെ അമ്മയുടെ ബുദ്ധി. രാജുവിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടാവോ? അതറിയാൻ എന്താ ഒരു വഴി? ഋതുവിന്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ചെറിയൊരു സ്ഥാനമെങ്കിലും ഉണ്ടാവോ? അതറിയാൻ എന്താ ഒരു വഴി? എന്നോട് രാജുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പോഴും രാജുവിന്റെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കാണാൻ രാജു ടെറസിന്റെ മുകളിൽ വന്ന് നിൽക്കും. ഋതികയ്ക്ക് എന്നോട് വെറുപ്പില്ലെങ്കിൽ, അവളുടെ മനസ്സിൽ എനിക്ക് അല്പമെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ, ഋതിക ഇന്ന് രാത്രി ഔട്ട് ഹൗസിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. ഇങ്ങനൊരു പരീക്ഷണം വേണ്ടായിരുന്നു. ഋതിക ഉറങ്ങിക്കാണാം, അല്ലെങ്കിൽ തന്നെ ഞാൻ ചിന്തിക്കുന്ന കാര്യം അവളെങ്ങനെ അറിയാനാ? പക്ഷേ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മനസ്സ് വായിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. ഇല്ല, ഋതിക വരില്ല. അവളെന്നെ അത്രമാത്രം വെറുക്കുന്നുണ്ട്. രാജുവിന് എന്നെ ഇഷ്ടമല്ല. രാജുവിന് എന്നോട് വെറുപ്പായിരിക്കും. മുമ്പ് എത്ര
എത്രയോ തവണ നമ്മൾ ഒരേ കാര്യങ്ങളും ഒരേ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോ രാജു എന്നെ വെറുക്കുന്നുണ്ടാവും. മോൾ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. ആ വീട് നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ടോ? അല്ലച്ച, വീട് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു നഷ്ടം എനിക്കുണ്ടായത്. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം രാജു അച്ഛ. സാരമല്ല മോളെ, മറന്നാളെ. സമയം ഒരുപാടായി. മോള് പോയി കിടക്കാൻ നോക്ക്. വാ മോളെ. രാജുവേട്ടനും മൃതികയും പരസ്പരം കാണാനും സംസാരിക്കാനും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഇവിടെ വച്ചത് നടക്കുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും അത് കാണും, കണ്ട അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. എന്താ ഒരു വഴി? ആ, ഒരു വഴിയുണ്ട്. അമ്പലത്തിൽ വെച്ച് അവരെ മീറ്റ് ചെയ്യിപ്പിക്കാം. ചെറിയമ്മേ, പാൽപ്പായസം റെഡിയായോ? ആ, ഇനി പാത്രത്തിലേക്ക് പാർന്നാ മാത്രം മതി. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാ ഞാൻ എടുക്കാം. ആ, മാറിക്കേ.